ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ക്യാമ്പസുകൾ ഭാവി ജീവിതത്തിന്റെ സംഭരണികളാണ് എന്നുള്ള വചനവുമുണ്ട്. ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു സുപ്രധാന പങ്ക് ക്യാമ്പസുകൾക്ക് വഹിക്കാനുണ്ട് എന്നാണ് ഇതിന്റെ ആത്യന്തിക അർത്ഥം തന്നെ. ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇതര തൊഴിൽ നൈപുണ്യ വിഷയങ്ങളും പഠിച്ച് അതാത് രംഗങ്ങളിൽ മികച്ചവരാകുക എന്നത് തന്നെയാണ് അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഭരണരംഗവും സാമൂഹ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികളും പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി യൂണിയനുകളും സ്കൂളുകളിൽ പാർലമെന്ററി രൂപങ്ങളും ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളും സാമൂഹ്യ നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായിരിക്കണം എന്നുള്ള ചിന്ത സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപീകരിക്കപ്പെട്ട ബഹുജന പ്രസ്ഥാനങ്ങളിൽ AISF എന്ന രാജ്യത്തെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനെ പിൻപറ്റി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യത്തുണ്ടായി. ഭാവി പ്രവർത്തകരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് രൂപം നൽകി. വിദ്യാർത്ഥി യൂണിയനുകൾ എന്നുള്ള ജനാധിപത്യ പാഠശാലയിലൂടെ തങ്ങളുടെ ഭാവി പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിൽ ഭാഗമാക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് തന്നെ. സർവകലാശാലകളെയും കോളേജുകളെയും രാഷ്ട്രീയ അതിപ്രസരം നശിപ്പിക്കുമെന്നും പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ അടുത്ത തലമുറകളുടെ ഭാവി അവതാളത്തിലാകും എന്നായിരുന്നു കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർലേക്കറുടെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ കുട്ടിക്കാലം മുതൽ RSS പ്രവർത്തകനായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ കൂടി RSS രാജ്യത്ത് നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങളിൽ ഉൾച്ചേർന്നിട്ടുള്ള രാഷ്ട്രീയ ദൗത്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടുകയും തങ്ങളുടെ ആശയത്തിലേക്ക് ആകർഷിക്കുകയും വേണമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് അവർ. 1949 തന്നെ ABVP എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുമുണ്ട്. അത്തരമൊരു സംഘടന രൂപീകരിക്കുകയും വിദ്യാർത്ഥികളെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണ വഴികളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന RSSന്റെ പ്രവർത്തകനാണ് കുട്ടിക്കാലം മുതൽ ഇദ്ദേഹം. അത് അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലെ ന്യൂനതയാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ട ക്യാമ്പസുകൾ എന്നും രാഷ്ട്രീയമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും പറയുന്നു എന്നുള്ളത് കൗതുകരത്തേക്കാൾ ഗൗരവതരമായ സംവാദമാണ് ആവശ്യപ്പെടുന്നത് തന്നെ. ഇത്തരം വാക്കുകൾ ആദ്യത്തെ ഒരു കാര്യമല്ല. നവ ഉദാരീകരണ കാലം മുതൽ രൂപപ്പെട്ട അരാഷ്ട്രീയവാദത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയവും സംഘടനകളും ജനാധിപത്യ വേദികളും ആവശ്യമില്ല എന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചില സംഘടനകളുടെ ആശാസ്യകരമല്ലാത്ത പ്രവർത്തന ശൈലിയും ഏകാധിപത്യ മനോഭാവവും അത്തരം ചിന്താഗതികൾക്ക് വെള്ളവും വളവും നൽകുകയും ചെയ്യുന്നുമുണ്ട്. എന്നാൽ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ക്യാമ്പസുകളെ ആഗ്രഹിക്കുന്നത് നല്ല തലമുറയെ വാർത്തെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അല്ല എന്നുള്ളതും വിദണ്ഡവാദവും വലതുപക്ഷ ചിന്തകളും വളർത്തുന്നതിനും അരാജകത്വം സൃഷ്ടിക്കുന്നതിനുമുള്ള ഗൂഢ ഉദ്ദേശത്തിന്റെ ഒരു ഭാഗമാണ് എന്നിടത്താണ് ആർലേക്കറോട് വിയോജിക്കേണ്ടി വരുന്നത് തന്നെ. മാത്രവുമല്ല, രാജ്ഭവനുകൾ എന്നുള്ള ഭരണഘടനാ സ്ഥാപനത്തെ രാഷ്ട്രീയ വേദിയാക്കുക എന്നുള്ള ഏറ്റവും ജനാധിപത്യ വിരുദ്ധവും പിന്തിരിപ്പ് നയവും സമീപനവും സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഇത്തരം നിലപാടുകൾ പറയുന്നത് എന്നുള്ളത് വൈരുദ്ധ്യവും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതും തന്നെയാണ്. ഔദ്യോഗിക പരിപാടികളിൽ RSSന്റെ ആശയപ്രകാരമുള്ള ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് നിഷ്കർഷിക്കുക മാത്രമായിരുന്നില്ല, RSS നേതാവ് S ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കുക കൂടി ചെയ്തിരിക്കുകയായിരുന്നു ആർലേക്കർ. രാജ്ഭവൻ പോലുള്ള കേന്ദ്രങ്ങളിൽ കടുത്ത രാഷ്ട്രീയ വലതുപക്ഷ സംഘടനാ നേതാക്കളെ കൊണ്ടുവരികയും മുൻകാല ഭരണാധികാരികളെ വിമർശിക്കുന്നതിന് വേദിയൊരുക്കുകയും ചെയ്ത ഒരാളാണ് ക്യാമ്പസുകളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കണ്ണീർ വാർക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ പരിഹാസ കഥാപാത്രമാക്കുകയാണ് യഥാർത്ഥത്തിൽ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ശൈലിയിൽ മാറ്റം വേണമെന്നും സർഗാത്മകമാക്കണമെന്നും അംഗീകരിക്കുമ്പോൾ തന്നെ ദുരുദ്ദേശത്തോടെയുള്ള ഇത്തരം പ്രസ്താവനകൾ അവഗണന മാത്രമാണ് അർഹിക്കുന്നത് തന്നെ.